വെൽക്കം ടു എഡീന അക്കാഡമി. എഡീന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് പുതിയ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 24/2025 ആണ്. ഓപ്പണിംഗ് ഡേറ്റ് 21/2/2025 മുതൽ ഓപ്പണിംഗ് ഡേറ്റ് 21/2/2025. ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് 20/3/2025. നെയിം ഓഫ് പബ്ലിക് സെക്ടർ യൂണിറ്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ദ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡ്. നെയിം ഓഫ് പോസ്റ്റ് ഹെൽപ്പർ ITI ഇലക്ട്രിക്കൽ. ഓൺലി മെയിൽ കാൻഡിഡേറ്റ് നീഡ് ടു അപ്ലൈ. നമ്പർ ഓഫ് വേക്കൻസി വരുന്നത് 2 ആണ്. പോസ്റ്റ് ടൈപ്പ് പെർമനന്റ് ആണ്. പേ സ്കെയില് 13,650 മുതൽ 22,200 വരെയാണ്. തസ്തികയുടെ പേര് ഹെൽപ്പർ ITI ഇലക്ട്രിക്കൽ. പബ്ലിക് സെക്ടർ കമ്പനിയുടെ പേര് ദ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽ ലിമിറ്റഡ്സ്. പോസ്റ്റ് ടൈപ്പ് പെർമനന്റ് തസ്തികയാണ്. 2 വേക്കൻസിയാണ്. The Travancore Cochin Chemicals Limited is a state public sector undertaking owned by Government of Kerala. പബ്ലിക് സെക്ടർ കമ്പനിയാണ്. ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഉടമസ്ഥയിലുള്ള പബ്ലിക് സെക്ടർ കമ്പനിയാണ് ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽ ലിമിറ്റഡ്. ജോബ് ഡിസ്ക്രിപ്ഷൻ റെസ്പോൺസിബിലിറ്റീസും കൊടുത്തിട്ടുണ്ട്. മെയിൻ്റനൻസ് ഓഫ് EST, HT, LT ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്, മോട്ടോർ ബാറ്ററി സിസ്റ്റംസ്, ഫാക്ടറി ആൻഡ് ഓഫീസ് ലൈറ്റനിങ് സിസ്റ്റംസ്, പബ്ലിക് അഡ്രസ് സിസ്റ്റംസ്, ടെലിഫോൺ സിസ്റ്റംസ്, ഹൗസ് ആൻഡ് ഓഫീസ് വയറിംഗ് എക്സെട്ര. ഈ തസ്തികയിലേക്കുള്ള എലിജിബിലിറ്റി നോക്കാം. ഒന്ന്, ക്വാളിഫിക്കേഷൻ വരുന്നത് SLC വിത്ത് ITI ഇലക്ട്രീഷ്യൻ അഥവാ വയർമാൻ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഓർ ഇറ്റ്സ് ഇക്വലന്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. ഏജ് ലിമിറ്റ് 41 വയസ്സാണ്. മാക്സിമം ഏജ് ഓഫ് 41 years ആസ് ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ. എക്സ്പീരിയൻസ് സെലക്ടഡ് കാൻഡിഡേറ്റ്സ് will be put on training for a period of 1 year and after successful training they will be on probation for a period of 1 year. Desirable electrical wireman permit for candidates if preferred. Preference will given to candidates who are completed 1 year apprenticeship training in any factory. Special note: only male candidate need to apply for the post. Candidates are required to work in a 3-shift schedule. ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. 300 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. SC/ST കാൻഡിഡേറ്റിന് 75 രൂപയാണ്. Note to application: applicants are required to go through the notification carefully and satisfy themselves about their eligibility for the recruitment before applying. Candidates shall submit their application via online mode only. Applications submitted via any other medium will be summarily rejected. അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. കേരള പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ആൻഡ് സെലക്ഷൻ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഓൺലൈൻ വഴി അല്ലാതെയുള്ള അപേക്ഷകളെല്ലാം നിരസിക്കുന്നതാണ്. ഏജ് റിലാക്സേഷൻ ഈ തസ്തികയ്ക്കും ഉണ്ട്. upper age limit is applicable to eligible candidates as per rules. റൂൾ അനുസരിച്ചുള്ള വയസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്.
ഹെൽപ്പർ ITI ഇലക്ട്രിക്കൽ തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. മെയിൻ കാൻഡിഡേറ്റ് മാത്രം 2 വേക്കൻസിയാണ്. മെയിൽ കാൻഡിഡേറ്റ് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. 2 വേക്കൻസിയാണുള്ളത്. പെർമനന്റ് പോസ്റ്റാണ്. സാലറി സ്കെയിൽ, പേ സ്കെയിൽ 13,650 മുതൽ 22,200 വരെയാണ്. Thanks for watching my videos. Thanks for watching my channel. ഡീനായ അക്കാഡമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ചാനൽ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക. ചാനലും വീഡിയോസും കൂടുതൽ പേരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ലിങ്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഡൗട്ടുകളും കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു.